നരിവേട്ട എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫിലിം. ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. അനുരാജ് മനോഹറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എബിൻ ജോസഫാണ്. 2003 വയനാട് മുത്തങ്ങയിൽ ആദിവാസികൾക്കെതിരെ നടന്ന നരനായാട്ടിനെ പശ്ചാത്തലമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. വർഗീസ് എന്നൊരു പോലീസ് കോൺസ്റ്റബിളിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ സംഭവങ്ങളൊക്കെ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വർഗീസ് ആയിട്ട് വരുന്നത് ടൊവിനോ തോമസ് ആണ്. അപ്പോൾ സിനിമ തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകർക്ക് ഇമോഷണൽ കണക്ഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. അന്ന് ആദിവാസികൾക്കെതിരെ നടന്ന ക്രൂരതകളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ സിനിമയിൽ പുള്ളി എടുത്തു വച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷന് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. അപ്പോൾ അവര് ശരിക്കും അറിയണം, ആദിവാസികൾ ഒരുപാട് അടിച്ചമർത്തലുകൾ ഏൽക്കേണ്ടി വരുന്ന ജനതയാണ്. ഇപ്പോഴും അവര് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്. അപ്പോൾ അവര് അന്ന് നടത്തിയ ഒരു സമരത്തിന്റെ ഒരു നേർക്കാഴ്ച എന്ന് തന്നെ പറയാം ഈ സിനിമയിൽ. ഈ ഒരു സംഭവം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിച്ച ഇതിന്റെ സംവിധായകനും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട് ആണ്. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. മസ്റ്റ് വാച്ച് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് തിയേറ്ററിൽ കാണുക. തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ OTT വരുമ്പോൾ കാണാം. OTTയിലും കാണാൻ പറ്റില്ലെങ്കിൽ TV-യിൽ വരുമ്പോൾ കാണാം. എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കണം. അത്രയും ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് നരിവേട്ട. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ക്യാമറ, എഡിറ്റിംഗ്, ആർട്ട് വർക്ക്, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാം അടിപൊളിയായിരുന്നു. ജേക്സ് ബിജോയാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ടാണ് ആ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ സോങ്സ് ഓൾറെഡി ഹിറ്റാണ്. സോങ്സും അടിപൊളിയായിരുന്നു. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൊവിനോയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം ഈ സിനിമയിലെ പോലീസ് കോൺസ്റ്റബിൾ ആയ വർഗീസ്. സിനിമയുടെ ഫ്ലാഷ് ബാക്ക് സീനുകളിലൊക്കെ പുള്ളി ഒരു നോർമൽ ഒരു കുട്ടനാട്ടുകാരൻ ക്യാരക്ടറായിട്ടുള്ള അഭിനയവും, അത് കഴിഞ്ഞിട്ട് സിനിമ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിലേട്ടൊക്കെ വരുമ്പോൾ ഉള്ള ആ ഒരു ക്യാരക്ടർ ചേഞ്ചും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ടൊവിനോ ഇതിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എക്സ്പ്രസീവ് ആയിട്ടാണ് ടൊവിനോ അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു പെർഫോമൻസ് തന്നെ പറയാം ടൊവിനോയുടെ. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് സുരാജ് വെഞ്ഞാറമൂടിൻ്റെയാണ്. പുള്ളി ബഷീർ എന്ന് പറഞ്ഞൊരു പോലീസുകാരന്റെ കഥാപാത്രമാണ് ചെയ്യുന്നത്. ഒരു നന്മ നിറഞ്ഞൊരു പോലീസുകാരൻ എന്ന് തന്നെ പറയാം ഈ സിനിമയിലെ. അപ്പൊ പുള്ളി അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഉള്ളത് തമിഴ്നാടൻ ചേരനാണ്. പുള്ളി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രമാണ് ചെയ്തത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ ജസ്റ്റ് എനിക്കൊരു മിസ്കാസ്റ്റ് പോലെയാണ് പുള്ളിയെ തോന്നിയത്. പക്ഷേ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും പുള്ളി അത് ഓക്കെ ആയിരുന്നു. ക്യാരക്ടർ പുള്ളി ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ആര്യ സലീം ചെയ്ത കഥാപാത്രമാണ്. ആദിവാസികളുടെ ഒരു വനിതാ നേതാവായിട്ടാണ്. അപ്പൊ ആ കഥാപാത്രം എന്താണ്, ആരാണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും ഭംഗിയായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്ത ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ബാക്കി അഭിനേതാക്കളായാലും എല്ലാവരും നല്ല റിയലിസ്റ്റിക് ആയ പെർഫോമൻസ് തന്നെ പറയാം. അപ്പോൾ പെർഫോമൻസ് ടോപ്പ് നോച്ച് ആയിരുന്നു ഈ ഫിലിമിന്റെ. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നരിവേട്ട ഒരു മസ്റ്റ് വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ഒരു ഫിലിം തന്നെയാണ് നരിവേട്ട. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.